നമസ്കാരം. രാജ്യത്തുടനീളം CAA നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റായ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി. സമാധാനം നിലനിർത്താൻ അദ്ദേഹം മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. തന്റെ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ CAAയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നും മൗലവി അഭിപ്രായപ്പെട്ടു. മോദി സർക്കാരിന്റെ ഈ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റായ മൗലാന ഷഹാബുദ്ദീൻ പറഞ്ഞു വെക്കുന്നത്. ഈ നിയമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് വളരെ നേരത്തെ തന്നെ നടപ്പിലാക്കേണ്ടതായിരുന്നു. ഈ നിയമവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴുമുണ്ട്. ഈ നിയമത്തിന് നിലവിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി മൗലവി പറയുന്നുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കവെയാണ് CAA നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഈ ചട്ടങ്ങൾ. മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതി 2019 തന്നെ പാർലമെന്റിൽ പാസാക്കുകയും ചെയ്തിരുന്നു. 2019 ഡിസംബർ 12 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി ഇത് വിജ്ഞാപനം ചെയ്യുകയും ചെയ്തു. അന്ന് മുതൽ പ്രാബല്യത്തിലായിട്ടുമുണ്ട്. പക്ഷേ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതക്കാർക്കാണ് പൗരത്വം നൽകുന്നത്. എന്തായാലും ഇതിനെതിരെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ മുസ്ലിം വിഭാഗം തുനിഞ്ഞിറങ്ങാൻ തുടങ്ങുകയാണ്. അതിനൊക്കെ എരിതീയിൽ എണ്ണ കോരി ഒഴിക്കുന്നത് പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും രംഗത്തെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താണ് ഈ പൗരത്വ ഭേദഗതി എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം നൽകാൻ പലർക്കും കഴിയണമെന്നില്ല. പ്രത്യേകിച്ചും ഈ പ്രതിഷേധത്തിനൊക്കെ മുൻനിരയിൽ കൊടിപിടിച്ച് ഇറങ്ങുന്നവർക്ക് നമുക്ക് എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു സമൂഹത്തെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതിനിടയിലാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും മോദി ഭരണകൂടത്തിന്റെ ഈ തീരുമാനത്തിന് വലിയ പിന്തുണ നൽകുന്നത്, അവരിതിനെ അംഗീകരിക്കുന്നത്. എന്തായാലും പിന്തുണ അറിയിച്ചിരിക്കുന്ന ആളുകളെ കണ്ട് ഇപ്പോൾ പ്രതിഷേധക്കാർ പോലും ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.